ഒരു തകർച്ചയാകാം നിന്നെ ഷോക്കിലേക്ക് നയിച്ചു. ഒരു തകർച്ചയാകാം നിന്റെ ജീവിതം പോലും വേണ്ടെന്ന് വെക്കാനുള്ള ആ ചിന്തയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്നത്. എന്തുമാകട്ടെ, നീ ചെയ്തൊരു പാപമായിരിക്കാം ഇന്ന് കുടുംബത്തിന്റെ തകർച്ചയാകാം, നിന്നെ അടിമപ്പെട്ട ദുശ്ശീലങ്ങളാകാം നിന്റെ തകർച്ചയാകാം. എന്തുമാകട്ടെ, അത് ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തു. രോഗങ്ങൾ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തു. എല്ലാവരും ഇത് അനുഗ്രഹം ഒഴുകുന്ന നിമിഷമാണ്. ഇത് അനുഗ്രഹത്തിന്റെ പൂർണ്ണതയുടെ നിമിഷമാണ്. രണ്ട് കരങ്ങൾ തലയിൽ വെച്ച് എല്ലാം മറന്ന് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തട്ടെ, ആത്മഹത്യ ചിന്തയുള്ള രണ്ടുപേരെ കർത്താവ് പൂർണ്ണമായിട്ട് അതിൽ മോചിപ്പിച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ക്യാൻസർ പീഡയിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കിടപ്പ് രോഗിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഒന്ന് എഴുന്നേറ്റ് നോക്കാൻ ഈശോ പറയുന്നു. കാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുന്ന 7 പേരെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. കടബാധ്യത 17 കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദുശ്ശീലം, മദ്യത്തോടുള്ള അടിമത്തം, അതുമൂലം കണ്ണീരോട് വന്നിരിക്കുന്ന 13 സ്ത്രീകളെ കർത്താവ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളെ ഓർത്ത് കരയുന്ന 23 മാതാപിതാക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ദുശ്ശീലങ്ങൾക്ക് അടിമകളായിട്ടുള്ള അതെല്ലാം ഉപേക്ഷിക്കാൻ ഈശോ പറയുന്നു. നിന്റെ ദുശ്ശീലത്തെ ഇന്ന് ഉപേക്ഷിക്കുക, ഇവിടെ വെച്ച് ഉപേക്ഷിക്കുക. നടുവേദന 17 പേരെ കർത്താവ് തൊടുന്നു. വാഹന അപകടത്തിൽപ്പെട്ട് ശരീരവേദന 4 പേരെ കർത്താവ് തൊടുന്നു. കുഞ്ഞില്ലാത്തൊരു മകളുടെ കരച്ചില് കർത്താവിന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. അലർജിയുള്ള 17 പേരെ കർത്താവ് സ്പർശിക്കുന്നു. അത്ഭുതങ്ങൾക്ക് കർത്താവ് ഒരു വിശ്വാസം ആവശ്യപ്പെടുന്നു. ആ വിശ്വാസം കർത്താവിനെ തൊട്ടു, കർത്താവിനെ സുഖപ്പെടുത്തിയെന്ന വിശ്വാസമാണ്. ഈശോ രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ എന്താ പറഞ്ഞേ? പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ച പോലെ സംഭവിക്കട്ടെ. പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസമാണ് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത്. വിശ്വാസത്തോടെ ചെയ്യുക. കഴുത്തിന് വേദന, സ്പോണ്ടിലോസിസിന് അസുഖം, അതുപോലെ കോളർ ധരിച്ചവർ കഴുത്ത് വേദന മൂലം ഇവരെ കഴുത്തേക്ക് ഒന്ന് തിരിച്ചു നോക്കിയേ. 4 പ്രാവശ്യം ഇടത്തോട്ടും വലത്തോട്ടും 4 പ്രാവശ്യം ധരിക്കുമ്പോഴേക്ക് തിരിച്ചറിയുള്ളൂ. ഈ കൈവേദന, ഷോൾഡർ വേദന, കൈ എത്താനൊക്കെ ബുദ്ധിമുട്ട്, വിരലും മടക്കി നിവർത്താനൊക്കെ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ളവർ, കൈ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥയുള്ളവർ, ഏത് കൈയാണോ 4 പ്രാവശ്യം പൊക്കി ഇങ്ങനെ താഴ്ത്തി നോക്കിയേ. വിശ്വാസത്തോടെ പൊക്കി താഴ്ത്തി നോക്കുക. വിശ്വാസത്തോടെ ചെയ്ത് നോക്കുക. കൈക്ക് എന്തെങ്കിലും അസ്വസ്ഥയുള്ള എല്ലാവരും, ഇനി നടുവേദനയുള്ള എല്ലാവരും 4 പ്രാവശ്യം ഒന്ന് കുനിഞ്ഞു നോക്കി. നന്നായിട്ടൊന്ന് കുനിഞ്ഞ് വളകി തല കുനിച്ചാൽ പോലെ. ഈ കാല് വേദന, കാലുമുട്ട് വേദന, കാല് നന്നായിട്ടൊന്ന് മടക്കി നിവർത്തിയൊക്കെ നോക്കിക്കേ. സന്ധിബന്ധങ്ങൾ വേദനയുള്ളവർ കൈയും കാലിങ്ങനെ കുടഞ്ഞൊക്കെ ഒന്ന് നോക്കിക്കേ. ശരീരത്തിന് ആവശ്യമില്ലാത്ത മുഴകൾ വളർന്നു വന്നവർ, ആ മുഴയുണ്ടായിരുന്ന ഭാഗം കൈ കൊണ്ടൊന്ന് തടവി നോക്കിക്കേ. അവിടെ ഉണ്ടാകില്ല. അല്ലെങ്കിൽ നിരപ്പേരെങ്കിൽ കുഴിയെ. ചെറുതോ വലുതോ ഒന്നും നോക്കരുത്. ഇന്ന് ഈ പുണ്യഭൂമിയിലേക്ക് വന്നപ്പോൾ കണ്ണീരോടെയാണ് വന്നത്. രോഗം മൂലമുള്ള വേദനകളുടെ ഇപ്പോൾ ആ വേദനകൾ കുറവായി, ആ വേദനകൾ മാറി, രോഗം കുറഞ്ഞു, രോഗം മാറി. ശരീരത്തിൽ നല്ല ശക്തിപൻ ഉണർവൊക്കെ കിട്ടി. അങ്ങനെയുള്ളവർ ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ചെറുതോ വലുതോ നോക്കാതെ ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായവർ ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കുക. ഏതെങ്കിലും വേദനകൾ, രോഗങ്ങൾ മാറിയ അനുഭവം, ശരീരത്തിൽ ശക്തി ബലം കിട്ടിയവർ, ഉണർവ്
ഉന്മേഷക ചെതിക്കിട്ട് കരമുയർത്തിപ്പിടിച്ച് ഒന്ന് കൈവീശി കാണിച്ച് തിരുവേല കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. നല്ലൊരു കയ്യടി കർത്താവിന് കൊടുക്കുക. ഓർക്കുക, വീണ്ടും പറയും, നിങ്ങളുടെ കരച്ചിലിന് ഒരു പരിഹാരം ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടരുത്. ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് നിന്നെ കൊണ്ടുവരും, വിശ്വാസത്തിലേക്ക് നിന്നെ കൊണ്ടുവരും. ഇതാ ദൈവം അനുവദിച്ചിരിക്കുന്നു. നിന്റെ വേദന ഒരു ആരാധനയാക്കി മാറ്റാൻ ദൈവം തന്നൊരു അവസരമായി കണ്ട് ദൈവത്തെ ആരാധിക്കുക. അതുപോലെ ഈ ബോധ്യത്തിൽ വളരണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സൗഖ്യം പ്രാപിക്കും, എൻ്റെ കടബാധ്യത മാറും, എനിക്ക് കുഞ്ഞിനെ കിട്ടും, വിവാഹ തടസ്സം മാറും. ഈ ബോധ്യം, ഈ 3 പോയിന്റുകൾ